ഗൈസ് ഒരു പണി കിട്ടി. നമ്മൾ കുറേ വർഷം കൊണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന നമ്മളെ ബീറ്ററായിരുന്നു. വാപ്പച്ചി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നൊരു ബീറ്ററായിരുന്നു. വാപ്പച്ചി പോയപ്പം ബീറ്ററും പോയി. ഇതാണ് ഗൈസ് നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് ഒരു മഴയുള്ള ദിവസമാണ്. ഇന്ന് എനിക്ക് പനിയാണ്. എനിക്ക് മാത്രമല്ല, ഉമ്മച്ചിക്കും പനിയാണ്. ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ല, ഉമ്മച്ചി ഉണ്ട്. പക്ഷേ എന്നെ ഡ്രൈവറായിട്ട് ഇരുത്തിയിരിക്കുകയാണ് ഗൈസ്. എന്നെ ഡ്രൈവറായിട്ട് ഇരുത്തിയിരിക്കുകയാണ്. നിങ്ങൾ കാണണം. എന്തുമ്മ നിങ്ങൾ ഫ്രണ്ടിൽ വന്നിരിക്കാത്ത കാര്യം എന്ന് വെച്ചാൽ സീറ്റ് ബെൽറ്റ് ഇടണം. അതുകൊണ്ടാണ് ഒരു ഫ്രണ്ടിൽ വന്നിരിക്കാത്തത്. നമ്മൾ 4 ദിവസം ഹോസ്പിറ്റലിലായി പോയി. ഉമ്മച്ചിക്ക് പനിയായിട്ട് നമ്മൾ 4 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. ഇപ്പോൾ ഫുള്ള് പനിയാണ് ഗൈസ്. ഫുള്ളെന്ന് വെച്ചാൽ ഫുള്ള് എല്ലാവർക്കും പനിയാണ്. കാരണം എന്താണ്, സീസൺ മാറി, മഴയായി. ഭയങ്കര തിരക്കാണ് ഗൈസ്. ഇവിടെ ഉള്ള എല്ലാവർക്കും ഒരു ക്ഷമ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. സത്യം. എവിടെ ഇറങ്ങാം? നമ്മളൊന്ന് വല്ലതും കഴിക്കണമെന്നും പറഞ്ഞ് ഇവിടെ വന്നതാണ്. കാരണം ഫുഡ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു വയ്യായിക ഉണ്ട് എനിക്കല്ല, ഉമ്മച്ചിക്ക്. അപ്പം എൻ്റെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായി കാണും എനിക്ക് വയ്യ എന്നുള്ളത്. എനിക്ക് മനസ്സിലായി കാണും. ഞാൻ കളത്തരൊന്നും പറയല്ല, ഉമ്മച്ചിക്കും വയ്യ. അപ്പോൾ നമ്മൾ വല്ലതും കഴിക്കാൻ പോവുകയാണ്. പിന്നെ ഇന്നൊരു കേക്ക് ഉണ്ടാക്കണം. കേക്ക് ഉണ്ടാക്കുന്നതിന് സാധനം വാങ്ങണം. എല്ലാരും മഴ എൻജോയ് ചെയ്യണം ഗൈസ്. ആരാ കിടന്ന് ഓണടിക്കണത്? ഇവിടെ എല്ലാവർക്കും ഭയങ്കര ധൃതിയാണ് ഗൈസ്. ധൃതി എന്ന് വെച്ചാൽ ഭയങ്കര ധൃതിയാണ്. നിങ്ങൾക്ക് ഞാൻ വെടി കാണിച്ചു തരാം. ഇത് കണ്ട എന്തൊരു തിരക്ക് നോക്കിയാണ് റോഡിലൊക്കെ. മഴയാണ് ഗൈസ്. ഫുള്ള് മഴയാണ്. മഴയുടെ മേളമാണ്. നമ്മള് ഇവിടെ മഴയൊക്കെ സെറ്റാണ് ഗൈസ്. നമ്മുടെ വണ്ടി മഴ കുറേ വണ്ടി എൻ്റെ ഇവിടെ നിരത്തിയിട്ടിരിക്കുകയാണ്. നമ്മൾ വല്ലതും കഴിക്കണമെന്ന് പറഞ്ഞ് നിർത്തിയതാണ്. മഴയത്ത് നമ്മളെ വണ്ടിയെല്ലാം നനഞ്ഞു ഗൈസ്. ചെളിയിലാണ് കിടക്കുന്നത്. ഇന്ന് രാവിലെ കഴുകിയതാണ്. ചെരുപ്പൊക്കെ ഇരിക്കുന്നുണ്ടാ അവസ്ഥയാണ്. നമ്മൾ കഴിക്കാൻ പോവുകയാണ് ഗൈസ്. ഇപ്പൊ എവിടെയും കറണ്ട് ഇല്ല. നമ്മൾ ഇരുട്ടത്താണ് ഇരിക്കുന്ന. അയ്യോ, പനി. കറണ്ട് ഇല്ല. ഞാൻ പുകഞ്ഞിരിക്കുന്ന കണ്ട. ബിരിയാണി കറയിലൊക്കെ ആക്കി ഞാൻ ഉമ്മച്ചിക്ക് ചോറ് ഇതൊക്കെ കൊണ്ടുവന്ന് നോക്കട്ടെ. കൈ മാറ്റി എന്തിനൊക്കെ ഇത് ഒത്തിരിക്കേ ഉള്ളൂ. ബിരിയാണി മതി. ഗൈസ്, നമ്മൾ കഴിച്ചിട്ടൊക്കെ വന്ന് എന്ത് പറയണ, നല്ല രസമുണ്ട്. നല്ല ക്ലൈമറ്റ് ആണ്. ഇങ്ങനെ അകത്തൊന്നും ഇരിക്കാതെ നിങ്ങളിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നടക്കൂ. ഇവിടെ നല്ല മഴയാണ്. കുറച്ച് AC ഇടാല്ലേ. മഴയ്ക്ക് ആസ്വദിച്ച് നിങ്ങൾ ഇറങ്ങി നടക്കൂ. എന്നെ പോലെ ഇനി അങ്ങനെ വന്നില്ല. എന്നാലും നമ്മൾ ഒരു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. പക്ഷെ നല്ല രസമുണ്ട് ഈ മഴയത്ത് പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ വേണ്ടി. അപ്പം ഞാൻ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന കണക്ക് നിങ്ങൾ ഇറങ്ങി നടക്കണം, എന്നാലേ രസമുള്ളൂ. മഴയൊക്കെ നമുക്ക് വേണ്ടി പെയ്യുന്നതല്ലേ ഗൈസ്. പക്ഷെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇവിടെ ഉള്ള ആർക്കും ഒരു ഇതില്ല. ഇങ്ങനെ ഇടിക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്ന കണക്കാണ് ഓരോരുത്തരും നമ്മളെ കാറിൻ്റെ അവിടോട്ട് ഇങ്ങനെ വരും. അപ്പം നമ്മളങ്ങനെ സൂക്ഷിച്ചൊക്കെ പോകണം. നമ്മൾ സൂക്ഷിച്ചതൊക്കെ പോയില്ല എന്നുണ്ടെങ്കിൽ ഇടിക്കും. അപ്പം എൻ്റെ കണ്ണൊക്കെ കണ്ടാ എനിക്ക് വയ്യാത്തോണ്ടാണ് ഗൈസ്. എനിക്ക് വയ്യ, പനിയാണ്. ഞാൻ ഒരു 100 പ്രാവശ്യം പറഞ്ഞ് പനിയാണെന്ന് ഗൈസ്. അപ്പോൾ നമുക്ക് പോകാം. ഇനി കേക്കിന്റെ സാധനം വാങ്ങുന്ന കടയിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് വണ്ടി എടുക്കാം. പ്രോ ആയി നമുക്ക് പോവാം. അമ്മ. എല്ലാവർക്കും ഭയങ്കര ധൃതിയാണ്. ഒരു ക്ഷമയില്ലാത്ത നാട്ടുകാർ. കേക്കിന് വണ്ടി ഉണ്ടാവും ഗൈസ്. മഴ ഗൈസ്. നമ്മൾ സാധനം വാങ്ങി. അപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലോട്ട് പോണം. ഇനി നമുക്ക് വീട്ടിലോട്ട് പോയി
കേക്ക് ഉണ്ടാക്കാം. നമ്മളെ മഴ പെയ്യുന്ന കണ്ടു, നല്ല സൂപ്പർ മഴ. നമ്മൾ പെട്രോൾ അടിക്കാൻ കയറിയാണ്. ഇങ്ങോട്ട് കാണിയത് 500 ഉമ്മച്ചുള്ളോണ്ട് ജീവിച്ചു. പെട്രോൾ പമ്പ്. നമ്മളിനി വീട്ടിൽ പോവാം ഗായ്സ്. ബൈ ഗൈസ്. ഒരു പണി കിട്ടി. നമ്മൾ കുറേ വർഷം കൊണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന നമ്മളെ ബീറ്ററായിരുന്നു. വാപ്പച്ചി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നൊരു ബീറ്ററായിരുന്നു. വാപ്പച്ചി പോയപ്പം ബീറ്ററും പോയി. ബീറ്ററിൻ്റെ കാലാവധി കഴിഞ്ഞ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്കാണ് ബീറ്ററിന് കത്തി പുക വന്ന്. ഇപ്പം എന്താ ബീറ്ററായിട്ട് യൂസ് ചെയ്യണത് ഇതാണ്. എന്തൊരു ചെയ്യാൻ, പ്രതീക്ഷിക്കാതൊരു പണി കിട്ടിയാണ് കയ്പ. നാളെ ഒരു കേക്ക് കൊടുക്കണം. നാളെ ഞാൻ കേക്ക് കൊടുക്കാനുള്ള സാധനങ്ങളാണ് വാങ്ങിയത്. പക്ഷേ ആ കേക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. ബീറ്റർ അടിച്ച സമയത്ത് ബീറ്ററിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി. അങ്ങനെ ഞാൻ ഇപ്പം ചെയ്യുന്ന കാണിച്ചു. ഇതേ ഉള്ളു വഴി. ഇങ്ങനെ 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 ആക്കി 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 ഇതൊരു ഫ്ലഫി ആയിട്ട് എടുക്കാം. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഇതാണ് നമ്മുടെ ബീറ്റർ. കത്തിപ്പോയി ഗൈസ്. ഇതിലേക്കൂടെയൊക്കെ പുക വന്ന്. ഇപ്പോഴും പുക വരണോ? ഇല്ല. ഇതിലേക്കൂടെയൊക്കെ പുക വന്നായിരുന്നു. മുട്ടയുടെ ഞാൻ അടിക്കാൻ വേണ്ടി ഇതാക്കിയതായിരുന്നു. പുക വന്ന് പോയി ഗൈസ്. എന്ത് ചെയ്യാം. ബൈ. ഇതാണ് ഗൈസ് നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥ. ഇല്ല പാട്ടിടാം. അതിന് പേര് മോട്ടിവേഷൻ സോങ് ഉണ്ടല്ലോ. ആർക്കെങ്കിലും ഇത് കണക്ക് പണി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തളരരുത് ഗൈസ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. 1/2 കിലോ ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. 1 കിലോ ഒക്കെ ആയിരുന്നെങ്കിൽ ഞാൻ പാട് വിട്ടുപോയാണ്. അത്യാവശ്യം പതഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ. ഗൈസ്, ഇതാണ് നമ്മളെ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഇതാണ് ഗൈസ് നമ്മളെ എന്തിനാണ് പറയുന്നത്, സ്പോഞ്ചിൻ്റെ ആ ഒരു ബാറ്റർ. ഇതിനകത്തോട്ട് ഇനി നമ്മളത് വെക്കും. എന്നിട്ടൊരു 30 മിനിറ്റ് അല്ല, ഒരു 10-20 മിനിറ്റ് ആകുമ്പോൾ എടുക്കും. ഓക്കെ ഗൈസ്, നമ്മളെ കേക്ക് നമ്മൾ വെന്തിട്ടുണ്ട്. കുത്തി നോക്കുമ്പോൾ കുത്തി നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇതാക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ കേക്ക് വെന്തു. ഗൈസ്, എൻ്റെ ബീറ്റർ ചീത്തയായി പോയ കാരണം ക്രീമിന് വേറെ നിവൃത്തിയില്ലാത്ത കാരണം ഞാൻ വാവയുടെ നിന്ന് ഐഷാടെ ബീറ്റർ വാങ്ങി. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എങ്ങനെ ഇത് ഗൈസ്, ഇതാണ് നമ്മുടെ കേക്ക്. ഇത് നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാം. ഗൈസ്, നമ്മള് റെഡ് വെൽവെറ്റിൻ്റെ സ്പോഞ്ച്. ഇതാണ് നമ്മളെ റെഡ് വെൽവെറ്റിൻ്റെ സ്പോഞ്ച് സെറ്റല്ലേ. നമുക്കിത് മുറിക്കാം.
കറണ്ടൊക്കെ പോയി വന്ന് നിൽക്കുകയാണ് ഗൈസ്. അപ്പം നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിങ്ങനെ ക്രീം സ്പ്രെഡ് ചെയ്യുന്നു. ഇവിടെ വെട്ടം കുറവാണ് ഗൈസ്, കാര്യം മഴ സീസൺ ആയതുകൊണ്ട് വെട്ടം ഒത്തിരി സീനാണ്. ഗൈസ് ഇതാണ് നമ്മുടെ കേക്ക്. ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു.